അപ്പം ഇന്ന് നമ്മുടെ അനിയൻ ഗൾഫിലേക്ക് പോകണതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ബ്ലോഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഹാപ്പിയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, സന്തോഷമായിരിക്കുന്നു. ഇപ്പോൾ വെയിലൊക്കെ ഉണ്ട്, അപ്പോൾ എല്ലാവരും സേഫ്റ്റായി നോക്കുക. അപ്പോൾ എല്ലാം സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് ഗൾഫിൽ പോകണതിൻ്റെ ഒരു വീഡിയോ ആണ്. ഉണ്ണിമോന് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു പാസ്പോർട്ട് പുതുക്കാൻ പോകണതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ്. ഞാൻ വിസിറ്റ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. ഒന്ന് ഓൻ പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇട്ടുന്നത്. ഇപ്പോൾ സമയം 12:05. ഇനി 2 മണിക്കൊക്കെ ആയിട്ട് റെഡി ആയിട്ട് അവരെ വിളിക്കണം. 2 മണിക്ക് ഏൽപ്പിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യണം. വണ്ടി തിരിച്ചിടണം, ബാഗ് എത്തിക്കണം, പിന്നെ ഇറങ്ങുക. 3 മണിക്കൂറിന് 3:30 ആയിട്ട് എവിടെ ഇറങ്ങണം. അതാണ് പ്രതീക്ഷിച്ചിരിക്കണം. നമ്മുടെ വീട്ടിലേക്ക് എവർക്കും അപ്പോൾ നമ്മൾ എവർക്കും സാധനം ചെയ്യുന്നതിന് മുമ്പേ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പോകുന്നുണ്ട്. 99% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണം. 1% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ആൾക്കാർക്ക് കുറവാണ്. നിങ്ങളെല്ലാവരും ഇതേമായിട്ടുള്ള നല്ല നല്ല കണ്ടൻറ്റ് വീഡിയോസ് ഇടാൻ വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. എനിക്ക് ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുകയാണ്. പിന്നെ ഈ ലൈറ്റാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ഇപ്പം പറഞ്ഞാൽ 12 മണി. അപ്പം ഈ 12:30 ആ സമയമായിട്ട് 12:15 12:15 ആ സമയമായിട്ടും. അപ്പോൾ ഇവിടുത്തെ കറണ്ട് പോയിട്ടുണ്ട്. ഈ ലൈറ്റിൻ്റെ ഇതിലാണ് വീഡിയോ എടുക്കണം. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാലും നമുക്ക് വീഡിയോ ഇടാൻ പിന്നെ തോന്നുള്ളൂ. ലൈക്ക് ചെയ്തെങ്കിലും ചെയ്ത് അപ്പം നമുക്ക് പിന്നെ വീഡിയോ ഇടാൻ തോന്നുള്ളൂ. അതാണ് ഞാൻ വീഡിയോസിൽ എൻ്റെ ലാഗായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ റെഡി ആയി വന്നു. വണ്ടി തിരിച്ചിട്ടുണ്ട്. അഫിൽ എണീച്ച് പിന്നെ ഉണ്ണിപ്പോൾ കയറിയിട്ടുണ്ട്. ഇപ്പോൾ റെഡി ആയിട്ട് വരും. അപ്പോൾ ഇപ്പോൾ ഇറങ്ങാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഷൂ ഇടാനായിട്ട് നിൽക്കുകയാണ്. ഞാൻ അഫിലു ഓക്കെ അല്ലേ? വിളിക്കല്ലേ? സൂപ്പറാക്കല്ലേ? അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യണം, മാർക്ക് ചെയ്യണം. അപ്പോൾ ഈ ലൈറ്റില്ലാത്ത കാരണം ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. അത് സഹിക്കുക. ഇപ്പോൾ ഇരുട്ടത്താണ് ഞാൻ എടുക്കുന്നത്. കാരണം ഒരു ക്ലിയർ കുറവുണ്ടാവും. രാവിലെ ആകുമ്പോൾ ഞാൻ അത് റെഡിയാക്കി തരാം. പിന്നെ അതിൻ്റെ ഉള്ളിലേക്കുള്ള എല്ലാം എനിക്ക് എടുക്കാൻ പറ്റില്ല. പറ്റുന്ന ഞാൻ എടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് ഉണ്ണീൻ്റെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ മാക്സിമം എടുക്കാൻ ശ്രമിക്കാം. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ബോഡി പാസ് അങ്ങനെയുള്ളതൊന്നും കാണിക്കാൻ പറ്റില്ല. കാണിക്കാൻ പറ്റാത്തതൊന്നും കാണിക്കില്ല. അല്ലാത്തതൊക്കെ അതിൻ്റെ ഉൾഭാഗം അങ്ങനെ അതൊക്കെ ഞാൻ മാക്സിമം കാണിച്ചു തരാൻ ശ്രമിക്കും. വണ്ടി കയറിയിട്ടുണ്ട്. ഉണ്ണിമോൻ ഇവിടെ എന്താ ഉണ്ണിമോനെ അപ്പോൾ വണ്ടി ഇരിക്കാൻ പോയി ഇറങ്ങിയിട്ടുണ്ട്. നേരെ പല ഫ്രണ്ടിൽ വീട്ടിൽ പോകണം. കുട്ടീന് കളർ എടുക്കണം. നേരെ ഫ്ലൈറ്റ് എയർപോർട്ടിൽ പോകാൻ. അപ്പോൾ വർക്ക് ഇതായിട്ടുണ്ട്. ഓ ഗായ്സ് നോക്കൂ, നമ്മുടെ വണ്ടി ആക്കാൻ നനഞ്ഞിരിക്കുന്നു. ഗ്യാസ് ഞാൻ കാണിച്ചത് കാരണം മഴ പെയ്തിട്ട് നനഞ്ഞിരിക്കണം ഗ്യാസ്. അപ്പോൾ മാപ്പിട്ടൊക്കെ നല്ല ഇടിയുണ്ട്. അവിടെ ഇടി പോയാ ഗ്യാസ്? ഇടി പോയി. ഞാനിത് കാണിച്ച സമയത്ത് ഇടി പോയിരിക്കുകയാണ് ഗ്യാസ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഗ്യാസ് നമ്മൾ പോകുന്ന വഴി നല്ല മഴയാണ്. കൊച്ചിയിലേക്ക് ഈ ലെവലിൽ നനഞ്ഞിട്ടാണ് റോഡിലൊക്കെ വെള്ളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വണ്ടിയൊക്കെ ഫുള്ള് പകുതിക്കാണ് ആ നമ്പറിൽ അതുവരെ വെള്ളം കിട്ടിയിട്ടുണ്ട്. ഓടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ ജീവിക്കുകയാണെങ്കിൽ ഇവിടെ വിമാനം പോകുന്നുണ്ട് ഗ്യാസ്. ബാക്കിൽ ബെൻസിൻ്റെ കാർ കിടക്കുന്നുണ്ട് ഗ്യാസ്. ഇവിടെ ബ്രദറുണ്ട്. അങ്ങനെ എയർപോർട്ടിലേക്ക് കയറി പോകുകയാണ് ഗ്യാസ്. അതിനടുത്ത് തന്നെ ഒരാൾ മോന്ത വെച്ച് ഒരാൾ ഇതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എയർപോർട്ടിൻ്റെ എയർപോർട്ടിൻ്റെ റോഡുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന റോഡിൽ പലതും കാണും. ഒന്നിനും കണ്ണൊക്കെ ഉണ്ടാവും എന്നാണ് പറയാം.
വണ്ടി നേരെ ബെൻസിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ബെൻസിൻ്റെ അടുത്തുണ്ട് നമ്മുടെ വണ്ടി. ബെൻസ് ഇവിടെ കിടക്കുന്നുണ്ട്, നമ്മളെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ ഒരു സെറ്റ് ഹൗസ് ഉണ്ട്. ഇതൊക്കെ അറിയാം, ഇതേതാണ് N9. അപ്പോൾ NO8 കിടക്കുന്നത് നമ്മളെ വണ്ടി. അപ്പോൾ അത് എല്ലാവരും നോക്കി ബെൻസാണ് ഉദ്ദേശിച്ചത്. ബെൻസാണ് എന്താ ചെയ്യാൻ. ഇതിലുള്ള ഒരു പൊട്ടനുണ്ട്. ഈ ക്ലാസ് വേല ഒന്നുമില്ല. ചേട്ടാ പൊളിക്കരുത്, അത് ഇനി ആവശ്യമുണ്ട്. ഗൈസ് അപ്പം നമ്മളെ ഇവർ കോണ്ടാക്ട് ചെയ്തിരുന്നു, എത്തി കഴിഞ്ഞാൽ വിളിക്കാൻ പറഞ്ഞിട്ട്. ഉമ്മ അതിനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കണം. ഇനി ചെക്കനെ നേരെ പറഞ്ഞേക്കണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലാണ്. അതൊക്കെ അപ്പുറത്ത് ബിസിയാണ്. നമ്മൾ ബിസിയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാണെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യണം, അത് വേറെ കാര്യം. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഭാഗമുള്ളത്. അപ്പോൾ നമുക്ക് ആ ഭാഗം കഴിഞ്ഞിട്ട് അവരവിടെ നിന്ന് ഉണ്ട് വരുന്നുള്ളൂ. യെസ്. അപ്പോൾ ഇവിടെ നിന്നിട്ട് കുറച്ച് സെൽഫിയും ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഭാഗ്യം പറ്റും. അപ്പോൾ ഗ്യാസ് ഇതാണ് കൊച്ചി എയർപോർട്ട്. ഇവിടെയാണ് ഇന്ന് ഖത്തർ എയർവേസിൽ പറക്കുന്ന സ്ഥലം. നമുക്ക് ഉണ്ട് ഭാഗ്യം, നമ്മൾ അടുത്ത പ്രാവശ്യം പോകും, അത് വേറെ കാര്യം. ഇത് ഇന്നത്തെ കാര്യം. ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഇതിൽ സെറ്റാക്കി നമ്മൾ സെറ്റാക്കാം. പാർക്കാൽ വെച്ചിട്ടുണ്ട്. ഇനി അവിടെ പോണ സമയത്ത് ഞങ്ങൾ കേട്ടോ. നമ്മളുടെ ബ്രദർ ബഡൻ്റെ അപ്പോൾ അവന് പറഞ്ഞേക്കാൻ വന്നിട്ട് രസമായാണ്. ഇല്ല അതെ പോവാൻ ഇവിടെ നോക്കണേ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുത്താൽ വേണ്ട, വീഡിയോ എടുത്താലും ഞാണ്ട് വരും. അപ്പോൾ നമ്മുടെ അനിയനോണ്ട് പിടിച്ചുകൊണ്ടുണ്ട്. ലുക്കായിട്ടല്ലേ ചെക്കൻ നടക്കുന്നത്. അപ്പോൾ ഇനി പോയിട്ട് കഴിഞ്ഞിട്ടുള്ള ഞാൻ ഇട്ടുണ്ട്. അവിടെ എത്തിയതിൻ്റെയൊക്കെ ഞാൻ മാക്സിമം ശ്രമിക്കുകയാണ്. അനിയനാണ്, പറയാൻ പറ്റില്ല, നല്ലൊരു സാധനമാണ്. അവിടെ ഉമ്മാനായിട്ട് ഇവിടെ ഭയങ്കരമായിട്ട് ചിരിക്കുക. അവിടെ എൻ്റെ ഉമ്മാനായിട്ട് മുന്നിലെ കാര്യങ്ങൾ പ്രോസസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗായ്സ് നമ്മൾ അത് ചെയ്തത് വീഡിയോകാർ അത് കഴിഞ്ഞ് എനിക്ക് വാങ്ങിക്കും. അപ്പം ഇവിടെ വല്ലാണ്ട് ഒരു വലിച്ചു കൊണ്ട സാധനമുണ്ട്. എന്നിട്ടാവും ഈ സാധനം ഒരു ഭംഗിക്കില്ല. ഇവിടെ ഒരാൾ ഹാങ്ങിങ് ബാഗാണ്, പക്ഷെ പൊന്തില്ല. ആ ലെവലിൽ വെയിറ്റ് ഉണ്ട്. എത്ര കിലോയാണ്? 11 കിലോ. 11 കിലോ ഉണ്ട്. ഇതിന് താങ്ങില്ല, കാരണം ഈ സാധനം അടിച്ച് ഇത് കണ്ടപ്പോൾ മൂപ്പർക്ക് അത് വേണം. അപ്പോൾ ഇയാൾ എടുത്തു, അങ്ങനെ 2 എണ്ണം കൂടി. അപ്പോൾ കണ്ടോ അവിടെ എന്താ ചെയ്യാണ്. ഞാൻ ഗായ്സ് അങ്ങനെ ഇവരെ കൊണ്ടുപോയാണ് ഗായ്സ്, അല്ലേ? ഇവരെ കൊണ്ടുപോയാണ് ഗായ്സ്, ഇവരെ പിടിച്ചുകൊണ്ട് കൊണ്ടുപോയാണ് ഗായ്സ്. ഭയങ്കര സ്നേഹമാണ് കാണുന്നത് ഗായ്സ്. ഉമ്മമാരുടെ സ്നേഹമാണ് കാണുന്നത് ഗായ്സ്. പോവാൻ മക്കളെ, നിങ്ങളിത് കളി നീക്കാതെ പോയല്ലേ? കഴിഞ്ഞില്ലേ? ഓ പൊട്ട എന്താണ് അത് എടുത്തിട്ട് വരാം. ഇവരെ കൊണ്ടുപോവാണ് ഗേസ്. ഞാൻ കറങ്ങി പോവാണ് ഗേസ്. അങ്ങനെ പോകണമെന്ന് കാണിച്ചില്ല ഗേസ്.
ഞാൻ നോക്കിയാണ്ട് കൊണ്ടുപോകണം. ഇങ്ങനെയൊക്കെ പോയി അവൻ കയറിയായി. ഇനി അവൻ്റെ ബാഗ് ചെക്കിങ് കഴിഞ്ഞിട്ട് പോയി ചെക്കൻ ഉള്ളിൽ കയറി പോയി ഫുള്ളായിട്ട് പോയിട്ടുണ്ട്. ഇനി ഖത്തറിൽ നിന്ന് കാണാം, അവൻ്റെ കൂടെ കാണാം. ഒരു ദിവസം അങ്ങനെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അവന് ഫുള്ളായിട്ട് പോയി, അവൻ്റെ ഉള്ളിലേക്ക് പോയി. ഇനി ഖത്തറിൽ കാണാൻ പറ്റുള്ളൂ. വരും എന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഇവർക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ വരും. ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഞാൻ എടുത്താണിച്ചു തരാം. എന്താ വെച്ചാൽ ഇവിടെ എന്തായാലും വന്നിരിക്കണം എന്നവൻ പറഞ്ഞു. 10:15 ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ചെയ്യാം. അപ്പോൾ 10:15 ഫ്ലൈറ്റിനാണ് അപ്പോൾ വന്നിരുന്നേ പറ്റി. അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുമോ എന്ന് പ്രതീക്ഷിക്കുന്നു. ഇവരാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം. ഫ്ലൈറ്റ് ഇങ്ങോട്ട് വരണം. ഓക്കെ, അതിൻ്റെ ബാക്കിലിട്ടാ. ഹലോ ഗ്യാസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗ്യാസ്, അപ്പോൾ നമ്മൾ പോവുകയാണ് ഗ്യാസ്. ഞാനുണ്ട് ഗ്യാസ്. അങ്ങനെ ഞാനും കൂടി പോവുകയാണ്. വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഗ്യാസ്, നമ്മൾ ഇവിടെ കുടുങ്ങിയിരിക്കുകയാണ് ഗ്യാസ്. വീഡിയോ എടുക്ക്.
വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടാ യൂട്യൂബ് ഹിന്ദിക്കാര് യൂട്യൂബ് ഉണ്ട് നിങ്ങൾക്ക്? എൻ്റെ ഫോട്ടോ ഒന്നും വരല്ലേ? എൻ്റെ ക്രോപ്പ് ചെയ്യണം കേട്ടോ. വേണമെങ്കിൽ ആ ലേഡി കണ്ടോ? ആ ലേഡീൻ്റെ എടുത്തോ. കണ്ടോ ചിരിച്ചിക്കണോ? പീസ് കണ്ടോ? പീസ് അവിടെ നിന്ന് എടുക്കുമ്പോൾ ഒന്ന് അടുത്തെടുക്കണേ. ഇങ്ങോട്ട് ഈ അങ്ങോട്ട് അല്ല ഇങ്ങോട്ട് പീസായിട്ട് നോക്കാം. അസ്സലാമു അലൈക്കും.